ബിജെപിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് നടത്താൻ പോകുന്ന മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ അവരുടെ സംസ്ഥാന നേതാവും വരുന്നുണ്ടെന്ന് പറഞ്ഞു. വൈകുന്നേരം 5 മണി വരെ ഞങ്ങൾ കാത്തിരുന്നു. ആദ്യം കിട്ടിയത് 4 മണിക്ക് വരുമെന്നാണ് പറഞ്ഞത്. 4:30 കഴിഞ്ഞ് 4:45 കഴിഞ്ഞ സമയത്ത് ഞാൻ തന്നെ നേരിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുൻപിൽ പോയി. കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാക്കന്മാരെ ബിജെപിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യണം. കാരണം എന്താ അറിയോ, നിങ്ങളൊക്കെ നാളെ ബിജെപി ആകേണ്ട ആളുകളാണ്. ഇതിനേക്കാളും വലിയ നേതാക്കന്മാരെ ബിജെപി ആയി തരുന്നുണ്ട് കോൺഗ്രസിന്. അതുകൊണ്ട് അതൊരു വിഷയമല്ല. പക്ഷേ ബിജെപി ഓഫീസിലേക്ക് നിങ്ങൾ പ്രതിഷേധവുമായിട്ടാണ് വരാൻ തയ്യാറെങ്കിൽ നിങ്ങൾ ബിജെപി ഓഫീസിലേക്ക് അന്വേഷിച്ച് വരേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ബിജെപി ഓഫീസിലേക്ക് അന്വേഷിച്ച് വരേണ്ട യാതൊരു ആവശ്യവുമില്ല. കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ മുമ്പില് നിങ്ങളുടെ നേതാക്കന്മാരെ കാത്ത് ഞാൻ ഒറ്റയ്ക്ക് വന്നു. കാരണം ഇവിടുത്തെ പാലക്കാട്ടെ ബിജെപി പ്രവർത്തകന്മാരുടെ ആവശ്യമൊന്നുമില്ല. ഒരൊറ്റ ആള് മതി. നിങ്ങളുടെ 100 നേതാക്കന്മാർക്ക് ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ മതി. നിങ്ങളുടെ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ വന്നിരുന്നിട്ടും നിങ്ങളുടെ ഒരു നേതാക്കന്മാർ ആ വഴി വന്നില്ല. പിന്നെ കോൺഗ്രസിന്റെ പ്രകടനം ഉണ്ടായിരുന്നു, പ്രതിഷേധ പ്രകടനം. ഇങ്ങോട്ട് പോലീസുകാരോട് ഞങ്ങൾക്കൊരു അഭ്യർത്ഥന ഉണ്ടായിരുന്നു. നിങ്ങൾ ദയവ് ചെയ്ത് ആ ബാരിക്കേഡ് ഒന്ന് മാറ്റണമെന്ന് പറഞ്ഞു. നേരിട്ട് ഞാൻ പോയി പറഞ്ഞതാണ്, ആ ബാരിക്കേഡ് ഒന്ന് തുറന്നു കൊടുക്കണം. കോൺഗ്രസ് പാർട്ടിയുടെ നട്ടലുള്ള, തന്റേടമുള്ള, ആണത്തമുള്ള ഏതെങ്കിലും ഒരുത്തൻ, നിങ്ങളുടെ DCC ഓഫീസിന്റെ തൊട്ടുപുറത്താണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓഫീസ്, നട്ടലിന് ഉറപ്പുള്ള ഏതെങ്കിലും ഒരുത്തൻ ഈ ബിജെപി ഓഫീസിന്റെ മുൻപിലൊക്കെ പോട്ടെ 100 മീറ്റർ മുൻപിലേക്ക് വരാനുള്ള ധൈര്യമുള്ള, ആഴത്തുള്ള ഏതെങ്കിലും ഒരുത്തൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? അവിടെ അപ്പുറത്ത് നിങ്ങളുടെ മുമ്പിൽ 100 പോലീസുകാരുള്ള ധൈര്യത്തില് നിങ്ങൾ കുറെ മുദ്രാവാക്യം വിളിക്കുന്നതിനെ പ്രസംഗിക്കണ്ടായിരുന്നു. എന്ത്? നിങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയുടെ ഓഫീസിന്റെ മുമ്പിൽ ഞാൻ വന്ന് നിന്ന സമയത്ത്, ബിജെപിയുടെ പ്രവർത്തകന്മാർ വന്ന് നിന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് എന്ന് ചോദിക്കാനുള്ള നട്ടല് പോലുമില്ലാത്ത കോൺഗ്രസുകാരായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങളുടെ ഓഫീസിൽ CCTV ക്യാമറ ഉണ്ടല്ലോ, ആ ക്യാമറ എടുത്ത് നിങ്ങൾ നോക്കിക്കോ. കോൺഗ്രസ് ഓഫീസിന്റെ മുമ്പിൽ വന്ന് നിന്നപ്പോഴും നിങ്ങൾ ബിജെപി ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തുന്ന പറഞ്ഞേ. നിങ്ങൾ ഇങ്ങോട്ടൊന്നും വരണ്ട, മമ്മദ് മലയുടെ അടുത്തേക്കൊന്നും വരേണ്ട ആവശ്യമില്ല. മമ്മദിനെ കാണാൻ മല അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞ രീതിയിൽ ഞങ്ങൾ നിങ്ങളുടെ ഓഫീസിന്റെ മുമ്പിലേക്ക് 2-3 പ്രവർത്തകന്മാർ വന്നിരുന്ന സമയത്ത് നിങ്ങളുടെ ഓഫീസിനെ സംരക്ഷിക്കാൻ പോലും ഒരാളുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ പാലക്കാട്ടെ കോൺഗ്രസുകാരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഇത്തരത്തിൽ മാർച്ചൊക്കെ വെക്കുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഏറ്റുവിളിക്കാനെങ്കിലും ഒരു 10-50 പേരെ കൊണ്ട് മാർച്ച് വെക്കണമെന്ന് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങളുടെ ഇത്തരത്തിലുള്ള മാർച്ചിലൊന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഭീഷണിക്ക് മുമ്പിലൊന്നും ഭയക്കുന്ന, പേടിക്കുന്ന ആളുകളല്ല ഞങ്ങള്. നിങ്ങള് ധൈര്യമുണ്ടെങ്കിൽ ഇവിടുത്തെ ഓരോ കോൺഗ്രസുകാരെയും വെല്ലുവിളിക്കുകയാണ്. ഇരുട്ടിന്റെ മറവില് പോലീസുകാരുടെ സഹായത്തോടുകൂടി നിങ്ങൾ ബിജെപി ഓഫീസിലേക്ക് മാർച്ച് വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ തന്നെ വാർഡ് കൌൺസിലറുടെ ഭാരവാഹിയുടെ കടയുടെ മുമ്പിൽ കിടന്ന് നിങ്ങൾ ഷോ ഒക്കെ കാട്ടിയിട്ട് വെക്കോളൂ. പക്ഷേ നട്ടലിനുറപ്പുള്ള ഏതെങ്കിലും ഒരുത്തൻ, നിങ്ങളുടെ കൂട്ടത്തിൽ നട്ടലിനുറപ്പുള്ള ഏതെങ്കിലും ഒരുത്തൻ ഞങ്ങളുടെ ഓഫീസിന്റെ മുമ്പിൽ വന്ന് നിന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഞാൻ പറയുന്നൊന്നുമില്ല. കാരണം ഞങ്ങളുടെ ഓഫീസിനെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് ഞങ്ങൾക്കറിയാം. അത് നിങ്ങളാരും പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ബിജെപി ഓഫീസിലോട്ട് മാർച്ചൊക്കെ വെച്ച് നിങ്ങൾക്ക് വലിയ ആളാവാനാണ് ശ്രമമെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യാണ്. നിങ്ങൾ ധൈര്യമായിട്ട് ബിജെപി ഓഫീസിലേക്ക് കയറി വന്നോ. ഇന്ന് കൊണ്ടുവന്നതിനേക്കാൾ കൂടുതൽ ആളുകളെ കൂട്ടി വന്നോളൂ, ഞങ്ങൾക്ക് ഒരു വിഷയമില്ല. ഇനി നിങ്ങളുടെ താലാമുതിർന്ന നേതാക്കന്മാർ ഇവിടെ വന്ന് നിന്നാലും ബിജെപി പ്രവർത്തകന്മാരുടെ രോമത്തിൽ തൊടാനുള്ള ആർജവം പോലും നിങ്ങൾക്കുണ്ടാവില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഞങ്ങള് ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഇവിടെ നിങ്ങള് പാലക്കാട് നഗരസഭയെ ആക്ഷേപിക്കുവാനും അധിക്ഷേപിക്കുവാനും ഭിന്നശേഷി വിദ്യാർത്ഥികളെ ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും നിങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നേരിടാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അതൊന്നും നിങ്ങളുടെ ഭീഷണിയോ മാർച്ചോ ഒന്നും ഇവിടെ വിലപ്പോവില്ല. ഞങ്ങള് ധൈര്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബിജെപി ഓഫീസ് ഇവിടെ തുറന്നു തന്നെയാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഏത് നിമിഷവും നട്ടലിനുറപ്പുള്ള, ആണത്തമുള്ള ഏതെങ്കിലും കോൺഗ്രസുകാരനുണ്ടെങ്കിൽ ഇവിടേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഇത് വെറും ട്രെയിലർ മാത്രമാണ്.
ഇവിടെ ഫുൾ പടം ഓട്ടിക്കഴിഞ്ഞാൽ എന്താണ് നടക്കാൻ പോകുക എന്നുള്ളത് നേരത്തെ വടിവെട്ടുമ്പോഴേക്ക് നിങ്ങളുടെ ആളുകൾ SP ഓഫീസിൽ പരാതിയായിട്ട് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും നമ്മുടെ വിഷയമല്ല. നിങ്ങൾ ധൈര്യമായിട്ട് വന്നോളൂ. ഞങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ്. ഞങ്ങള് BJP ഓഫീസിൽ കുറച്ചു ദിവസം മുമ്പ് ദണ്ടയൊക്കെ ഒന്ന് പൊടി പിടിച്ച് കിടക്കുകയായിരുന്നു. ഞങ്ങൾ ദണ്ടയൊക്കെ എന്ത് ശരിയാക്കി റെഡിയാക്കി എടുത്ത് നിൽക്കുന്നുണ്ട്. നിങ്ങൾ ഏത് നിമിഷം വേണമെങ്കിലും വന്നോളൂ. യാതൊരുവിധ വിഷയവുമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധം ഇവിടെ അവസാനിപ്പിക്കുന്നു.